ഇത് ദീപീന്ദർ ഗോയലിന്റെ കഥയാണ്. ഇന്ത്യക്കാരുടെ ഭക്ഷണ രീതിയെ തന്നെ അടിമുടി മാറ്റിയ ഒരു വിപ്ലവകരമായ ഉദ്യമത്തിന്റെ കഥ. സ്ഥലം 2000-ലെ ബെയിൻ ആൻഡ് കമ്പനി. സമയം ഉച്ചനേരം. ഡൽഹി IIT-യിൽ നിന്ന് ബിരുദം പൂർത്തിയാക്കിയ ദീപീന്ദർ ഗോയൽ ബെയിൻ ആൻഡ് കമ്പനിയിൽ കൺസൾട്ടന്റാണ്. ഗോയലിന്റെ ദൃഷ്ടി പതിഞ്ഞത് കമ്പനിയിലെ കഫറ്റേരിയയിൽ. ഡൽഹിയിൽ പൊള്ളുന്ന ചൂടിനെ അവഗണിച്ച് തന്റെ സഹപ്രവർത്തകർ മെനുവുമായി ഭക്ഷണം കഴിക്കാൻ ക്യൂ നിൽക്കുന്നു. എന്നും ഇതൊരു പതിവ് കാഴ്ചയാണ്. പക്ഷെ അന്ന് ഗോയലിന്റെ മനസ്സിൽ ഒരു ചിന്ത കടന്നു വന്നു. എന്തുകൊണ്ട് ഈ മെനു ഡിജിറ്റലൈസ് ചെയ്തുകൂടാ? സഹപ്രവർത്തകരുടെ സൗകര്യാർത്ഥം കഫറ്റേരിയയിലെ മെനു ദീപീന്ദർ ഗോയൽ ഡിജിറ്റലൈസ് ചെയ്തു. ഇത് വലിയൊരു സാധ്യത തന്നെ ഗോയലിന്റെ മുന്നിൽ തുറന്നു. അങ്ങനെ 2008 ജൂലൈയിൽ സുഹൃത്ത് പങ്കജ് ചദ്ധയുമായി ചേർന്ന് ഗുഡ്ഗാവിൽ ഫുഡിബേ എന്ന സംരംഭത്തിന് തുടക്കം കുറിച്ചു. വളരെ ലളിതമായ ഒരാശയം. റെസ്റ്റോറന്റ് മെനുകളുടെ ഒരു ഓൺലൈൻ ഡയറക്ടറി. അതായിരുന്നു ഫുഡിബേ. മാസങ്ങൾക്കുള്ളിൽ ഫുഡിബേ 1400ഓളം മെനുകൾ ഡിജിറ്റലൈസ് ചെയ്തു. ഡൽഹി NRCയിലെ ആദ്യത്തെയും ഏറ്റവും വലുതുമായ റെസ്റ്റോറന്റ് ഡയറക്ടറിയായി ഫുഡിബേ മാറി. പിന്നെ ഒന്നും നോക്കിയില്ല. ദീപീന്ദർ ഗോയലും പങ്കജ് ചദ്ദയും 2009-ൽ ജോലി രാജിവെച്ച് മുഴുവൻ സമയവും ഫുഡിബേ വിപുലീകരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഭക്ഷണപ്രേമികളുടെ വികാരമായ സൊമാറ്റോ 2010-ൽ പിറവിയെടുക്കുന്നത്. ശേഷം കാണുന്നത് സൊമാറ്റോയുടെ കണ്ണഞ്ചിപ്പിക്കുന്ന വളർച്ചയായിരുന്നു. ഒറ്റ ക്ലിക്കിൽ വിഭവങ്ങളുടെ വില, മെനുകൾ തമ്മിൽ താരതമ്യം ചെയ്യാനുള്ള സൗകര്യം, ഭക്ഷണം അനായാസം ഇഷ്ടയിടത്തിൽ ലഭ്യമാകുന്ന സാഹചര്യം, ഓഫറുകൾ തുടങ്ങി വ്യത്യസ്തമായൊരു ഭക്ഷ്യ സംസ്കാരം തന്നെ മുന്നോട്ട് വെച്ച സൊമാറ്റോയെ ഇന്ത്യയുടെ മിക്ക നഗരങ്ങളും ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. പതിയെ സൊമാറ്റോയുടെ സ്വീകാര്യത UAE, UK, ഖത്തർ, ശ്രീലങ്ക, ഫിലിപ്പീൻസ്, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ പുറം രാജ്യങ്ങളിലേക്കും പടർന്നു. സ്വീകാര്യത വർദ്ധിച്ചപ്പോഴും കൃത്യതയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും സൊമാറ്റോ തയ്യാറായിരുന്നില്ല. വിഭവങ്ങളുടെ വില മാറുന്നതിനനുസരിച്ച് മെനു അപ്ഡേറ്റ് ചെയ്യുകയും വിഭവങ്ങളുടെ ചിത്രം, പാചക രീതികളനുസരിച്ച് തരംതിരിക്കൽ, ഉപഭോക്താക്കളുടെ അവലോകനങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുത്തിക്കൊണ്ട് സൊമാറ്റോ പ്രവർത്തനങ്ങൾ കൂടുതൽ സുതാര്യമാക്കി. 2012-ൽ സൊമാറ്റോ മൊബൈൽ ആപ്പ് കൂടി അവതരിപ്പിച്ചതോടെ കൂടുതൽ സ്വീകാര്യത നേടി. അപ്പോഴേക്കും ഇന്ത്യക്കാരുടെ ഇടയിൽ സൊമാറ്റോ വെറുമൊരു മെനു സൈറ്റ് എന്നതിനപ്പുറം ഒഴിച്ചുകൂടാനാവാത്ത ഒരു ശീലമായി മാറാൻ തുടങ്ങിയിരുന്നു. 2015-ൽ സൊമാറ്റോ പുതിയൊരു രീതിക്ക് തുടക്കം കുറിച്ചു. ഫുഡ് ഡെലിവറി. ഇഷ്ടഭക്ഷണം ഉപഭോക്താക്കളുടെ ആവശ്യാനുസരണം ഇഷ്ടയിടത്ത് എത്തിച്ചു കൊടുക്കുക. ഇത് സൊമാറ്റോയുടെ വളർച്ചയ്ക്ക് മാത്രമല്ല, സമൂഹത്തിൽ തൊഴിലവസരം കൂടി സൃഷ്ടിക്കാൻ സഹായിച്ചു. സൊമാറ്റോ ഇന്ത്യക്കാരുടെ ഭക്ഷണശൈലി തന്നെ മാറ്റി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? അതറിയണമെങ്കിൽ കുറച്ചു കാലങ്ങൾക്ക് മുൻപ് വരെ നമ്മൾ പുലർത്തിയിരുന്ന ഭക്ഷണ ശൈലികൾ ഒന്ന് പരിശോധിച്ചു നോക്കാം. അന്ന് പ്രാതലിനും ഉച്ചയൂണിനും അത്താഴത്തിനുമെല്ലാം ഉണ്ടായിരുന്ന വിഭവങ്ങൾ തന്നെയാണോ ഇന്ന് നമ്മൾ അതാത് സമയങ്ങളിൽ കഴിക്കുന്നത്? പ്രത്യേകിച്ച് പുതിയ തലമുറ. ഉദാഹരണത്തിന്, ഒരു ശരാശരി ഇന്ത്യക്കാരൻ ഉച്ചയൂണിന് ചോറോ ചപ്പാത്തിയോ ആണെങ്കിൽ ഹോട്ടൽ സംസ്കാരം വന്നതോടുകൂടി ഇതിന് നേരിയ ഒരു മാറ്റം വന്നെങ്കിലും സൊമാറ്റോ പോലുള്ള സൗകര്യങ്ങൾ ലഭ്യമായതോടെ ചെറുതല്ല വൻ മാറ്റത്തിനാണ് വഴിയൊരുങ്ങിയത്. സൊമാറ്റോ വഴി എത്ര വിഭവങ്ങൾ വേണമെങ്കിലും ഓർഡർ ചെയ്യാം. എല്ലാം ഇരിക്കുന്ന സ്ഥലത്തെത്തും. മാത്രമല്ല, സൊമാറ്റോയും മറ്റും നൽകുന്ന ഓഫറുകൾ കൂടി കണക്കിലെടുത്ത് ആഗ്രഹത്തിനനുസരിച്ചും വിശപ്പിനനുസരിച്ചും കയ്യിലെ പണത്തിനനുസരിച്ചും ഇന്ത്യക്കാർ എന്ത് കഴിക്കണമെന്ന് തീരുമാനിക്കാൻ തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ, ഇന്ത്യക്കാരുടെ ഭക്ഷണശൈലിയെ ചെറുതായൊന്നുമല്ല സൊമാറ്റോ സ്വാധീനിച്ചത് എന്ന് സാരം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് വീടുകളും ഓഫീസുകളും ഇനി പ്രകാശപൂരിതമാക്കാം ഡക്കാസയിലൂടെ. ഇത് ലൈറ്റുകളുടെ മായിക പ്രപഞ്ചം. ഏറ്റവും പുതിയ ട്രെൻഡി ലൈറ്റുകൾ, കൂടാതെ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഐറ്റംസ്. ചുവരുകൾ വർണ്ണാഭമാക്കാൻ വിവിധ കമ്പനികളുടെ പെയിന്റ്സ്, മോട്ടോറുകൾ, പമ്പ് സെറ്റുകൾ, ഇറിഗേഷൻ ഐറ്റംസ് ആൻഡ് GI ഫിറ്റിംഗ്സ്. നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇവിടെയുണ്ട്. ഡെക്കാസ ഇലക്ട്രിക്കൽസ്, ITA ജംഗ്ഷൻ, കട്ടപ്പന.